ഏതെങ്കിലും ഒരുത്തി പറ്റിക്കപ്പെട്ടെന്ന് വെച്ച് കൂടെ കിടക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുമല്ലേ? ഒരൊറ്റ തവണയായിരുന്നു ഞാൻ അൺകോൺഷ്യസ് ആയത്. വീണ്ടും അങ്ങനെ ഒരിക്കലും. ഹായ് ഹണി, ഞാനിപ്പോ എവിടെയാണെന്ന് അറിയാമോ? ലണ്ടനില്. നോ, ചെന്നൈ എയർപോർട്ടിലാ. കല്യാണത്തിന് മുമ്പത്തെ ദിവസം വരാന്നാ പറഞ്ഞേ, പക്ഷെ 1 വീക്ക് മുമ്പ് തന്നെ വന്നു. കണ്ടില്ലേ? നിന്നെ കാണാനാ വന്നോണ്ടിരിക്കണേ. കം ഓൺ, ഗെറ്റ് റെഡി. നോ, വരണ്ട. നീ ഉറങ്ങാണോ? ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ. നീ വരേ വേണ്ട. മാരേജ് ഡ്രോപ്പ് ചെയ്തേക്ക്. ആർ യു മാഡ്? 1 വീക്കിൽ മാരേജ് ആണ്. ഇപ്പൊ പോയി ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നു. നീ അറിഞ്ഞു തന്നെയാണ് സംസാരിക്കുന്നത്. യെസ്, ഞാൻ നിനക്ക് ക്വാളിഫൈഡ് ആയ പെണ്ണല്ല. ഇനി എനിക്ക് കോൾ ചെയ്യരുത്, എന്നെ കാണാനും ശ്രമിക്കരുത്. ഹലോ ചാമി, ഹലോ. നീ മാരീഡ് ആണോ? ചാരു, യു ഡസന്റ് മാറ്റർ. ചാരു, ജോൺ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ അവനെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. അപ്പോഴേ ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ. പോടോ. നിങ്ങളെ പോലെയൊക്കെ ഒരുത്തിനെ ചീറ്റ് ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇന്ന് സൊസൈറ്റിയിൽ 75% പരസ്പരം ചതിച്ചാ ജീവിക്കുന്നത്. എനിക്കതിന് പറ്റില്ല. എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആയത് ഞാൻ അവനെ മീറ്റ് ചെയ്ത് ആ ദിവസം തൊട്ടാ. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാനൊരു ഓർഫനേജിലായിരുന്നു. എന്നെ ഒരാള് ദത്തെടുത്തു, സ്നേഹം തന്നു. പക്ഷെ അയാളൊരു ഡ്രങ്കഡായിരുന്നു. കമ്പനിക്ക് വേണ്ടി ആദ്യം കുടിക്കാൻ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. അതിനടിച്ചു, കമ്പൽ ചെയ്തു, എന്നിട്ട് കുടിപ്പിച്ചു. അത് കണ്ടിന്യൂ ആയി. ഒരു സ്റ്റേജിൽ ഓവറായിട്ട് കുടിച്ചോണ്ട് വന്ന് സെക്ഷുവലി അപ്രോച്ച് ചെയ്തു. കത്തി അവന്റെ തൊടെ കുത്തിക്കയറ്റി എസ്കേപ്പായി. കഷ്ടപ്പെട്ട് ഡ്രിങ്കിങ് നിർത്തി. എന്നിട്ട് എഡ്യൂക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. IT ജോയിൻ ചെയ്തു. ബട്ട് സോഷ്യൽ ഡ്രിങ്കിങ്ങിന്റെ പേരില് ഡ്രിങ്കിങ് അവിടെ വളരെ കാഷ്വൽ ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. അവിടെ വെച്ച് അവൻ എന്നെ കണ്ടത്. ഹീസ് വെരി ജെന്യുവൻ. നിന്നെക്കുറിച്ച് എല്ലാം അറിയാനും എന്നെ മാരേജ് ചെയ്യുമെന്നും ചോദിച്ചു. അവന്റെ അപ്രോച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ ചോദിച്ച ഒരേ ഒരു റിക്വസ്റ്റ് ഡ്രിങ്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളതാ. അവസാനം വരെ അനാഥയെ പോലെ മരിക്കുമെന്ന് കരുതിയതാ. പിന്നെ അവന് വേണ്ടി ജീവിക്കണമെന്നായി. അവസാനമായി ഒറ്റ തവണ കുടിച്ചിട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്റെ ലൈഫ് എന്നെ നശിപ്പിച്ചില്ലേ. ഐ മിസ് ഹിം. ഞാൻ അവനെ നഷ്ടപ്പെടുത്തി. ഐ മിസ് മൈ ലൈഫ്. Don't touch me. Please. Hey.
നിനക്ക് ഡ്രിങ്ക് വേണോ? Yeah. അപ്പോ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യോ? Yes. നീ നല്ല സുന്ദരി കുട്ടിയാ. പൂസായി ഓരോന്നും പറയാ. ദിവസമായി കഴിയുമ്പോഴേ സത്യം പറയൂ. നീ എത്ര സുന്ദരിയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു പ്രാവശ്യം. ഒരേ ഒരു പ്രാവശ്യം പ്ലീസ് പ്ലീസ്, ഒരേ ഒരു പ്രാവശ്യം പ്ലീസ് 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 പ്ലീസ്. Bloody, how dare you? പ്ലീസ് 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 ചാർമി, ഞാൻ ട്രൈ ചെയ്തത് സത്യമാ. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് എനിക്ക് എന്നെ അറിയില്ല. ഇതെന്തോട്ട് മുമ്പേ പറഞ്ഞില്ല? ഇപ്പൊ നിന്റെ ചെയിൻ കണ്ടില്ലേ, അപ്പോഴെനിക്ക് ഓർമ്മ വന്നത്. സത്യമായിട്ടും ഞാൻ പറഞ്ഞേനെ, നീ വിശ്വസിക്കില്ല. പ്ലീസ് ചാർമി, എനിക്ക് ലൈഫ് വേണം. പ്ലീസ് ഡോണ്ട് ഷൂട്ട് മീ. ലൈഫല്ലേ, പാമ്പാവുന്നത് വരെ കുടിക്കുകയും ചെയ്യും, ഏതെങ്കിലും ഒരുത്തി കിട്ടുമെന്ന് ആലയുകയും ചെയ്യും. മറ്റുള്ളവരുടെ മനസ്സറിയാത്ത മൃഗമാണ് നീ. ഇങ്ങനത്തെ വൃത്തികെട്ട ഒരു ലൈഫ് നിനക്ക് വേണോ? ലൈഫില് സീറോ ആ നീ. സീറോ? ഞാൻ സീറോ? ഇതേ ലൈഫില് ഹീറോ ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തെറ്റിയെന്നവർക്ക് അഡ്വൈസ് ചെയ്യണമെങ്കിൽ എന്നെയാ എക്സാമ്പിളായി പറയാ. അങ്ങനെ ഒരു ലൈഫായിരുന്നു എന്റേത്. കുടിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഫാമിലി ജനിച്ചവനാ ഞാൻ. എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. +2 കഴിയുന്നവരെ ഞാനും കറക്റ്റായി നടന്നതാ. കോളേജിൽ ചേർന്നപ്പോ ലൈഫ് മാറി. ഞാൻ നന്നായിട്ട് പാടുമായിരുന്നു. എന്നോടും കുടിക്കാൻ പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. അവര് നിർബന്ധിച്ചു. ബിയറല്ലേ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആലോചിച്ചു. പക്ഷെ പിന്നീട് ത്രില്ലടിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. മനസ്സിന്റെ ഉള്ളില് ഒരു ക്യൂരിയോസിറ്റി, ഒന്ന് കുടിച്ചു നോക്കാമെന്ന്. കുടിച്ചു. ഒന്നുമില്ലാത്തൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പോലീസുകാരനെ പോലും അടിക്കാൻ കൈയോങ്ങി. സെന്റിമെന്റ് കൂടി നായക്ക് ബിരിയാണി കൊടുത്തു. അത്രയ്ക്ക് എൻജോയ്മെന്റ് ആയിരുന്നു. വേറൊരു ലോകത്തിലായിരുന്നു ഞാൻ. ആ ലോകത്തിൽ തന്നെ കഴിയണമെന്ന് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ കുടിക്കാനാണോ കാരണമില്ലാത്ത? ഇന്ത്യ പാകിസ്ഥാൻ മാച്ചില് ഇന്ത്യ വിൻ ചെയ്തതിന് കുടിച്ചു. പെട്രോൾ വില കൂടിയതിന് കുടിച്ചു. സൂപ്പർ സ്റ്റാറിന്റെ പടം ഹിറ്റായപ്പോ കുടിച്ചു. പിന്നെ കാരണം അന്വേഷിക്കാൻ തുടങ്ങി. സൂപ്പർ സ്റ്റാറിന്റെ പടത്തിന് ടിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കുടിച്ചു. പിന്നീട് കാരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഈ ലോകം എന്താ ഇങ്ങനെയെന്ന് കരുതി ഫീൽ ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കുടിക്കാതിരിക്കാൻ പറ്റാതായി. ബോഡി നോർമലായിരിക്കണമെങ്കിൽ കുടിക്കണം. കുടിച്ചു. കാണുന്നവരോടൊക്കെ കാശ് ചോദിച്ചു. ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. നാണം കെട്ടു. മറ്റുള്ളവർ കുടിച്ചു വെച്ച ക്ലാസ്സിൽ കുടിച്ചപ്പോഴാ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്ന ആത്മാഭിമാനവും ആത്മവിശ്വാസവും എനിക്ക് നഷ്ടപ്പെട്ടു.